ആട്ടി ഇറക്കിയിട്ട് തിരിച്ചു വിളിക്കുമ്പോ വാലാട്ടി കയറി വരാൻ ഞാൻ നിങ്ങളുടെ വളർത്തുന്നതായൊന്നുമല്ല. മനുഷ്യ മനസ്സുകൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു റെപ്യൂട്ടഡ് സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ. ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞൊഴിയരുത്, ഉടനെ ഒന്ന് വരണം. ഇനി ഞാൻ വന്നേ തീരൂ എന്ന് നിർബന്ധമാണെങ്കിൽ ചിന്താമണിയോട് വിളിക്കാൻ പറയും. ഞാൻ ഉടൻ തന്നെ പറയാം ഡോക്ടർ. വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പ്ലീസ് ഡോക്ടർ. ഹലോ ഹലോ. അയ്യോ വക്കീലേതാ കൊണ്ടുവരുന്ന. പോയി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, എന്നാലും മുടിയത്. വാശി പിടിക്കില്ലേ പ്ലീസ്. അയ്യോ ഇനി ഈ വീട്ടിൽ തല്ലി പൊട്ടിക്കുന്ന ഒറ്റ സാധനമില്ല. ഒന്ന് വിളിക്ക് ചേച്ചി. കട്ടി മുങ്ങി നിൽക്കുമ്പോ അഭിമാനം നോക്കിട്ട് കാര്യമില്ല. അയ്യോ എന്റെ ബൈക്കാണ് എടുത്ത് താഴെ ഇട്ടത്. എന്റെ ചേച്ചി പ്ലീസ് ഒന്ന് വിളിക്കും. ഹലോ ചിന്താമണിയാ. ഡോക്ടർ മടം വരെ ഒന്ന് വരണം. ചേച്ചി വൃത്തിയായില്ലേ? അയാളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തോറ്റു. കഴിഞ്ഞ 20 വർഷമായി ഞാൻ പിടിച്ചു നിർത്തിയിരുന്ന എന്റെ മാസിയ ഇപ്പൊ അടിയറ വെച്ചത്. സോറി ചേച്ചി, വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. ഡോക്ടർ നിങ്ങള് പേടിച്ചേ. ബോയ് കൈ എടുക്കുന്നു. ചെറുപ്പത്തിലെ വളരെ വിശ്വാസമായെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരൂ. കൊണ്ടു സൂചി കൈ. ഇവിടെ ഇരിക്കേ. അങ്ങോട്ട് നോക്ക് ജന്തു. ചിന്തേ ഒരു ഗ്ലാസ് വെള്ളം എടുക്കൂ. വക്കീലേ പണ്ടേ ഉള്ള സ്വഭാവമാണ്. വന്നാ ഉടനെ ഒരു വെള്ളം കൂടി കൊണ്ടുപോയി കൊടു. സൂപ്രണ്ടിനോടല്ലേ ചോദിച്ചേ? കൊണ്ടുപോട്. ആണുങ്ങൾക്ക് വെള്ളം കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല. എന്റെ അച്ഛൻ ചാകാൻ കിടന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുത്തിട്ടില്ല. പിന്നല്ലേ ഇപ്പോ. തിരുമുറ്റത്തെത്തുവാൻ
Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them, and the good is often interred with their bones. So, let there be with Caesar. Noble Brutus hath told you, Caesar was ambitious. If it were so, it was a grievous fault. മിസ്റ്റർ സത്യശീലൻ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്ലാസ്സിൽ ജൂലിയസ് സീസറിലെ മാർക്കാണ്ടിയുടെ പോർഷൻ അഭിനയിച്ച് കാണിക്കണമെന്ന് പ്രൊഫസർ അയ്യങ്കാർ സാർ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ അയ്യങ്കാർ സാറിന്റെ ക്ലാസ്സിലാണല്ലേ? Yes. ഏത് ക്ലാസ്സിൽ? പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. വെരി ഗുഡ്. താങ്ക് യു. ഹലോ. ഹലോ. ഈ കൊച്ചു വളർന്നോ? അയ്യേ. ഇപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് 16 വയസ്സ് വരെയുള്ള ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തോന്നു 16 വയസ്സേ ആയുള്ളൂ. വാട്ട്സ് യുവർ നെയിം? വസുന്ധര. ഭാഗ്യരേഖ. Your name? പൊന്നമ്മ. Oh, that's an old name. Why don't you put some latest names? Okay, I'll call you Ponnu. Okay. Your name? നാൻസി. Oh, nice. അതിരിക്കട്ടെ. What is your name? My name is Satyashilan. You call me Satya. Okay. Okay, Okay. okay. ആഹാ. ഈ പ്രായം വളരെ അപകടം പിടിച്ചതാ. നിങ്ങൾ സൂക്ഷിക്കണം. ഹി ഈസ് വെരി റൊമാൻറ്റിക്. ഈ പ്രായം നമുക്ക് എത്രയും വേഗം മറികടന്നേ പറ്റൂ. കൗമാര മനസ്സ് കുരങ്ങിന്റെ മനസ്സ് പോലെ ചപലം അല്ലേ ചിന്തയിൽ? സൂപ്രണ്ട് കുളിക്കുക. ആ സത്യശീലനെ കാണാനില്ല. ആ അമ്പിയുടെ കൂടെ വെള്ളത്തിലെങ്ങാനും കളിക്കാൻ പോയതാണോ? അങ്ങനെ തന്നെ അങ്ങ് വെള്ളത്തിൽ വീണ് ചാവട്ടെ കാലം. എന്നിട്ട് വേണം നമ്മളെല്ലാം കൊലക്കേസിൽ പ്രതികളാവാൻ. ഒന്ന് പോയി നോക്ക്. അയ്യോ, ഞാൻ ഇനി നോക്കാൻ ഒരിടം ബാക്കിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഓപ്പറേഷൻ സക്സസ്. ഡോക്ടറുടെ ചിരി കൊണ്ടാത്തൊന്നും ഓപ്പറേഷൻ സക്സസ് ആയ സ്വന്തം കഴിവുകൊണ്ടാണെന്ന്. എന്റെ ഒറ്റ ഒരാൾ നിർബന്ധം കൊണ്ട് മാത്രമാണ് കൊഞ്ചിലുള്ള സത്യനി പണിക്ക് വന്നത്. അഭിനയിച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും പയറ്റി. ചുമ്മാതല്ലോ, 5000 രൂപ അങ്ങോട്ട് എണ്ണി തരുന്നല്ലേ. നക്കിത്തരം പറയാതെ ഡോക്ടറെ, മാസം 10,000 രൂപ ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാരുടെ ലൈനാ ക്ലിയർ ആക്കി കൊടുത്തത്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ നീ ഒരുപാട് ഓവറായി. എവിടെ ഓവറായത്? ആ ചിന്താമണി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെത്തുന്ന നിമിഷം മുതൽ ആ ശീലേനി കുളവാക്കി. ഓവറാകാതെ ഈ റോള് കൈകാര്യം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാ സച്ചി. ഞാനൊരു പുരുഷനല്ലേ? പെര നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളുടെ ഞാൻ സംയമനം പാലിക്കണ്ടേ? 4 പെണ്ണുങ്ങളോ? 5 ഇല്ലേ? 1 കിളവിയല്ലേ? എടോ, എന്റെ ചിന്തയെപ്പറ്റി ഞാൻ ആവശ്യപ്പെടുത്താനുണ്ടല്ലോ. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞാ എന്റെ ഡോക്ടറെ സത്യൻ ഒരു തമാശ പറഞ്ഞല്ലേ? സത്യം ഇരിക്കേ. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ. ആരാടോ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ? ഞാൻ പറഞ്ഞില്ലേ, കാര്യം കഴിഞ്ഞാൽ ഇയാൾ പുറകാലോട് ചവിട്ടിറിയൊന്ന്. ഇയാള് മനഃശാസ്ത്രജ്ഞന്റെ മനസ്സിന്റെ സാധനം ഇയാൾക്കില്ല. കണക്കായി പോയി. കണക്ക് പുസ്തകം ഇത് വലിയ പുലിയാണല്ലോ. ദാദാ, ഈ കാശ് കൊടുത്ത് പറഞ്ഞു വിടെ. പിടി. 5000 രൂപ ഉണ്ടല്ലോ? ഉണ്ട്. വരട്ടെ. ബൈ. ഈ വേഷത്തിലാണോ പോകാൻ പോകുന്നത്? ഈ വേഷം കൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? സ്റ്റാൻഡേർഡ് ഉള്ള പാർട്ടീസ്. കൊച്ചുളുപ്പങ്കാലത്തെ തുടങ്ങിയതാണല്ലേ ഈ വായന. എന്താ കേസ്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മായാനാരായണന്റെ കേസിനെ പറ്റി? നാളെ വാദം. ഓ, തോണിയാണല്ലേ മറുഭാഗത്ത്. ചുമ്മാതല്ല ഉറക്കൊളച്ചിരുന്നൊരു പഠിത്തം. ഈ കേസ് ഞാൻ നേടും. അയാൾക്കോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാ കഴിഞ്ഞ 3-4 പോസ്റ്റിംഗിൽ ഹാജരാകാതെ അവധിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ എന്തെങ്കിലും തരികട കാണിക്കാതിരിക്കില്ല. ഹലോ. ആ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? വിളിക്കണോ? ശരി, ഞാൻ പറഞ്ഞേക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായി? നാളത്തെ കേസ് ഞാൻ പെർഫോം ചെയ്യാതിരിക്കാൻ അയാൾ എന്തെങ്കിലും ചീപ്നെസ് കാണിക്കുമെന്ന്. എന്റെ കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞ്
എന്നെ മാനസികമായി തളർത്താനാ. ഒരു കേസ് ജയിക്കാൻ സ്വന്തം കുഞ്ഞു മരിച്ചു എന്ന് പറയാൻ പോലും മടിക്കാത്ത നീചനാണ് അയാള്. ഇനി ഫോൺ വന്നാ പറഞ്ഞേക്ക് വിവരം അറിഞ്ഞ ബോധം കെട്ട് കിടക്കാണെന്ന്.